ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാമൻ മഹേഷിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും വിനോദിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. സുചിത്രയുടെയും വിനോദിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടന്നാൽ ഇഷിതയ്ക്ക് അത് വളരെയേറെ ആശ്വാസം തോന്നും, പിന്നെ അവൾക്ക് ആത്മവിശ്വാസം കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിനോട് സംസാരിക്കുകയാണ്. അപ്പം മഹേഷ് പറയണം, തീർച്ചയായിട്ടും അച്ഛാ, ഇന്നു മുതൽ ഞാൻ അതിന് ആരംഭിക്കുകയാണ്. കാരണം ഇനി ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. എങ്ങനെയെങ്കിലും ഞാനിതിന് പിന്നിൽ തുനിഞ്ഞിറങ്ങും, അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രാമനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം അങ്ങനെ ഒരു കാര്യമാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ മഹേഷ് നേരെ വിനോദിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുക, അതിലേറെ സന്തോഷവും ഉണ്ട്. ചേട്ടാ, ആരൊക്കെ എന്നെ കാണാൻ വന്നില്ലെങ്കിലും ചേട്ടൻ എന്നെ കാണാൻ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടനെ കാണുമെന്ന് അതിയേറെ ഞാൻ മോഹിച്ചിരുന്നു എന്നൊക്കെ പറയണേടാ. എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. നിന്നെ ഞാൻ പുറത്തിറക്കാത്തത് കൊണ്ടല്ല, ഞാൻ നിൻ്റെ കാര്യം ഓർക്കാറുണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലായിരുന്നല്ലോ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാട്ടാ, ചേട്ടൻ ആക്സിഡൻ്റ് ആയ കാര്യവും എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ ചേട്ടൻ ആക്സിഡൻ്റ് ആയത്. പിന്നെ ചേട്ടത്തിയുടെ കാര്യവും ഞാൻ അറിഞ്ഞട്ടോ. ചേട്ടത്തിക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ സുചിത്ര വന്നപ്പോൾ എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എടാ, അത് അതിലേറെ കഷ്ടമാടാ. അതിലേറെ കഷ്ടമെന്നോ? ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? എന്താ ചേട്ടത്തിക്ക് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പറ്റിയോ? അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിയായിട്ട് വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇഷിതേ ഡിപ്രഷനിലാണെന്ന് പറയാം. ഇതോട്ട് ഡിപ്രഷനിലോ? ഏട്ടത്തി ഒരു ഡോക്ടറല്ലേ, പിന്നെ എങ്ങനെ ഡിപ്രഷനിലാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അയാൾക്ക് പേടിയുണ്ട്, മനസ്സിൽ നല്ല പേടിയുണ്ട്. അയാളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരൊക്കെയോ വരുന്നുവെന്നും അങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആകെ ഒരു വെപ്രാളപ്പെട്ടൊരവസ്ഥയിലാണ്. അയാളിപ്പേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റോ? എല്ലാത്തിനും കാരണം ആ രചന തന്നെയാണ്. അവളിപ്പോൾ ഇഷിത ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. വീട്ടിൽ വന്ന് ചിപ്പിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തിടുക്കത്തിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിലാണ് ഇഷിതയ്ക്ക് പ്രഷർ കൂടിയതും അവൾ തലയിറങ്ങി വീണതും എന്നൊക്കെ സകലമാന കാര്യങ്ങളും മഹേഷ് വിനോദിനോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിനോദിനാകെ സങ്കടം തോന്നുകയാണ്. ഏട്ടാ, എന്ത് ചെയ്യാനാണ് ഏട്ടാ, ഞാനിവിടെ ആയി പോയില്ല ഏട്ടാ. എനിക്കിനി പുറത്തിറങ്ങാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. നിനക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഈ ഏട്ടൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. പിന്നെ എനിക്ക് സഹായമായിട്ടും എനിക്ക് ഹെൽപ്പായിട്ടും അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് ആത്മവിശ്വാസം തരുന്നത് അച്ഛൻ മാത്രമേ ഉള്ളൂടാ. അല്ലാതെ എനിക്ക് ആത്മവിശ്വാസം തരാനായിട്ട് ആരുമില്ലെന്നൊക്കെ മഹേഷ് പറയുമ്പോൾ, ഇല്ല ഏട്ടാ, ഇനിയും ചേട്ടൻ ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ജീവൻ ആപത്താവും. എനിക്ക് വേണ്ടി എന്തിനാണ് ചേട്ടൻ്റെ ജീവിതം ചേട്ടൻ ഒഴിഞ്ഞു വെക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇല്ലടാ, ആരൊക്കെ എന്തൊക്കെ തകർത്താലും ഞാൻ അവളെ കണ്ടെത്തും. നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി കോടതിയിൽ വരികയും ചെയ്യും. ഇനി എന്നിട്ടേ നമ്മൾ രണ്ടുപേരും കാണുള്ളൂ. ഇനി നിന്നെ കാണാനായിട്ട് ഏട്ടൻ വന്നില്ലെങ്കിൽ ഏട്ടൻ അങ്ങോട്ട് അവസാനിച്ച് നീ കരുതിയര് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇനി എന്നെ കാണാൻ വരാതിരുന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഇല്ലെന്ന് വേണം കരുതാനെന്നല്ലേ? ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഒച്ചത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ് നമ്മുടെ വിനോദ്. അപ്പോൾ പോലീസുകാരെ വന്നിട്ട്, എന്താ 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 ഇവിടെ കാര്യം, കയറിപ്പോടോ അകത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനെ കയറ്റി വിടുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഇഷിതയോട് പ്രിയാമണി സംസാരിക്കുകയാണ്. മോളെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് മോളെ. നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കണം. എന്തിനാണ് ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്? ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ആരും നിന്നെ ഒന്നും ചെയ്യാനായിട്ടും പോകുന്നില്ല. ഞാനാണെങ്കിൽ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ മഹേഷ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മാഷ് വരിക. മാഷ് വന്നിട്ട്, പ്രിയാമണി, എനിക്ക് എൻ്റെ മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് പോയേ എന്ന് പറയുക. അപ്പോൾ പ്രിയാമണി കൂടുതലും മിണ്ടാൻ നിന്നില്ല. പ്രിയാമണി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. മോളെ ഇഷു, എന്താ മോളുടെ പ്രശ്നം? ആരാണ് മോൾക്ക് പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്? മോൾ എന്തിനാ എപ്പോഴെപ്പോഴും ടെൻഷൻ അടിക്കുന്നത്? പറ, ഈ അച്ഛനോട് കാര്യം പറ. അതിനെല്ലാത്തിനും പരിഹാരമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. പറ എന്ന് പറഞ്ഞപ്പോഴേക്കും, എനിക്ക് പേടിയാ അച്ഛാ, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് വളരെയധികം പേടിയുണ്ട്. രചനയാണോ പേടി? അച്ഛാ, അതുമാത്രമല്ല അച്ഛാ, രചനയെയും മനസ്വിനിയെയും അതേപോലെ തന്നെ മഞ്ജുമേച്ചിയെയും ഒക്കെ എനിക്ക് പേടിയാ അച്ഛാ. എല്ലാവരും എനിക്ക് പേടിയാ.
എൻ്റെ ചുറ്റിനും കൂടി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അച്ഛാ. തിട്ടഞ്ഞപ്പോഴേക്കും അങ്ങനെ പേടിയുണ്ടോ മോൾക്ക്? മോളൊരു ഡോക്ടറല്ലേ? മോൾ ആരുടെ ഭാര്യ? മഹേഷിൻ്റെ ഭാര്യ. പിന്നെ മനസ്വിനി ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് മോളോട് ചെയ്തത്. അന്നാ നിന്റെ ജീവിതത്തിൽ കയറി മനസ്വിനി കളിച്ചു. പക്ഷേ അങ്ങനെ മനസ്വിനി ചെയ്തത് നിന്റെ ഭാഗത്ത് നോക്കിയാൽ ശരിയാണെന്ന് വേണ്ടേ കരുതാനായിട്ട്? നല്ലൊരു ചാൻസ് അല്ലേ മനസ്വിനി അന്ന് ഒപ്പിച്ചു തന്നത്? എന്താ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, മനസ്വിനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിലോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മഹേഷ് നിന്റെ ജീവിതത്തിലേക്ക് വരുമായിരുന്നോ? ഇല്ലല്ലോ. മഹേഷിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ മനസ്വിനി തന്നെയാ. അപ്പം മനസ്വിനി ചെയ്ത കാര്യങ്ങൾ നല്ലതായിട്ട് വേണ്ടേ കരുതാനായിട്ട്? അങ്ങനെ നിന്റെ മനസ്സിൽ നല്ലതായിട്ട് കരുതിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിന്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ മാധവ് ഉണ്ട്, മാധവനോടുള്ള ഇഷ്ടം നിനക്കുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അച്ഛാ, എന്താ അത്? എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലും മാധവില്ല. മാധവ് എന്ന ചാപ്റ്ററെ എൻ്റെ ജീവിതത്തിൽ അവസാനിച്ച കാര്യമാണ്. പിന്നെ എന്തിനാ അച്ഛാ അത് പറയുന്നത്? അപ്പം മോൾക്കറിയാലോ. അപ്പോൾ മനസ്സിന് ചെയ്തത് ഇത് ഏറ്റവും വലിയ ഉപകാരമായിട്ട് വേണ്ടേ മോളെ കരുതാനായിട്ട്? മഹേഷ് എന്ന് പറഞ്ഞൊരു നല്ലൊരു വ്യക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ? നിനക്ക് നല്ല നല്ല അനുഭവങ്ങളൊക്കെ തന്നില്ലേ? നിനക്ക് സന്തോഷം തന്നില്ലേ എന്നൊക്കെ പറയാം. പിന്നെ അതേപോലെ തന്നെ രചനയും ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നല്ല കാര്യം തന്നെയാണ് നിന്റെ ജീവിതത്തിൽ. രചന ഒരുത്തൻ്റെ ഒപ്പം ഓടിപ്പോയത് കൊണ്ടാണല്ലോ മഹേഷിനെയും ചിപ്പിയെയും നിനക്ക് സ്വന്തമായിട്ട് കിട്ടിയത്. അപ്പോൾ ചിപ്പി നിന്റെ കൈകളിലേക്ക് എത്താനുള്ള കാരണക്കാരി ആരാ? അത് രചന തന്നെയല്ലേ? അപ്പോൾ രചനയും നിന്റെ ജീവിതത്തിൽ ഉപകാരങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ? ഇനി മോള് പറ, ഇനി ആരെയാണ് പേടിക്കേണ്ടത് മോൾക്ക്? ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മഞ്ജിമ, അവളോട് പോകാൻ പറ. അവള് ആ വീട്ടിലെ ഒരു കീടൻ തന്നെയാ. അവളെക്കുറിച്ച് മോൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ശരിക്കും പേടിയാണ്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അവള് കാര്യങ്ങളൊന്നും ശരിയായിട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇഷിതയോട് പറയാം. അപ്പം ഇഷിതയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എൻ്റെ ഇഷു അച്ഛനൊരു വാക്ക് തരണം. എൻ്റെ പഴയ ഇഷു ആയിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്കൊരു വാക്ക് തരണം എന്ന് പറയാം. എൻ്റെ പൊന്നുമോളെ, മോളുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവവിധിയുണ്ട്. എന്തായാലും മോള് ശ്രീകൃഷ്ണൻ്റെ അമ്മ അനുഭവിച്ചതുപോലെയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. കൃഷ്ണൻ്റെ അമ്മ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് കാരാഗ്രഹത്തിൽ കിടന്നാണ് കൃഷ്ണനെ പ്രസവിച്ചത്. എന്നാലും കൃഷ്ണനെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഈ കൃഷ്ണൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ, അതായത് കൃഷ്ണൻ്റെ അമ്മ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആർക്കെങ്കിലും കൃഷ്ണനെ തൊടാനായിട്ട് പറ്റിയോ? ഇല്ല. ഇപ്പൊ കൃഷ്ണൻ വളർന്നു വലുതായി എല്ലാവർക്കും നല്ല രീതിയിൽ വഴികാട്ടുന്ന ഒരാളായില്ലേ? അതേപോലെ തന്നെ മോളെ, ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് നിന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണം, വളരണം എന്നൊക്കെ. അപ്പോൾ ആ കുഞ്ഞിനെ തകർക്കാനായിട്ട് ആർക്കും പറ്റില്ല. ഇപ്പം എന്താ, എൻ്റെ മോൾക്കൊരു ആത്മവിശ്വാസമൊക്കെ വന്നില്ലേ? അപ്പം അച്ഛന് വാക്കുതാ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിതയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉയരുക. അങ്ങനെ ഇഷിത വാക്ക് കൊടുക്കുകയാണ്, ഇനി ഞാൻ പഴയ ഇഷു തന്നെ ആയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ വേണം എൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷ് നേരെ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് സുചിത്ര ഇറങ്ങി വരുന്നത്. മഹേഷ് ഏട്ടാ, ഞാനേ ഇഷു ചേച്ചിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങിയത് അതിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് ചേച്ചിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയുടെ കാര്യം ഒന്നും അയാൾക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെക്കുറിച്ച് ഓർത്ത് മാത്രം. കാരണം തൻ്റെ കല്യാണം നടക്കണം. ഞാൻ വിനോദിനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. വിനോദിനെ കണ്ടായിരുന്നോ മഹേഷ് ഏട്ടൻ എന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യണം. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിത്രയാണെങ്കിൽ അത് നടക്കുമോ? കാരണം അവളെ ഇപ്പോൾ കിട്ടാനില്ലല്ലോ. നമ്മൾ അവളെ തിരക്കി പോയപ്പോഴല്ലേ മഹേഷ് ഏട്ടന് ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഈ സംഭവങ്ങളൊന്നും മറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ മഹേഷ് ഏട്ടന് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചില്ലേ, അതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യം പുറകോട്ട് പോയതെന്നും അറിയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അല്ല ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. എനിക്കറിയാം സുചിത്ര എന്തെങ്കിലും അന്വേഷിക്കാതിരിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഏതായാലും സുചിത്രയെ കാണാൻ വേണ്ടി തന്നെ വന്നത്. എന്താണ്
എന്തെങ്കിലും ഒരു സൂചന കിട്ടിയെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തിയാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ അയൽവക്കക്കാരൊക്കെ പറഞ്ഞത് അവൾക്ക് ഏതോ പുറത്ത് നല്ലൊരു ജോലി ഒപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന്. പിന്നീട് അറിയാൻ ചാൻസത് പിന്നെ അവളെക്കുറിച്ച് യാതൊരു വിവരവും. ഇനി അവൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, അവളെല്ലാവരും കൂടി കൊന്നോ, ഇനിയിപ്പോൾ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി കൊന്നോ എന്നത് പോലും അറിയില്ല മഹേഷേട്ടാ എന്നൊക്കെ പറയാ. സുചിത്രേ, ഇത്രയും ഒരു അറിവ് മാത്രം മതി, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. ഏതായാലും ഉടനെ തന്നെ ഞാൻ വിനോദിനെ പുറത്തിറക്കും, നിങ്ങളുടെ കല്യാണം നടക്കുക തന്നെ ചെയ്യും, അത് ഇഷിത കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഭയങ്കര ധൃതിക്ക് പോവാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷ് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. അപ്പോൾ ഇപ്പോൾ എന്താ പോലീസിനോട് പറയുകയാണ്, മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന്, വരാൻ പറയൂ. അല്ല മഹേഷ് എന്താ രാത്രി കാണാൻ വരാനുള്ള കാരണം? അപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ആ മഹേഷേ വാ, വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തുകയാണ്. ഏതായാലും മഹേഷ് തന്നെ ആ ഒരു ഡീല് അങ്ങോട്ട് തീർത്തല്ലേ, ആ ബ്രാഞ്ചിയുടെ ആ ഡീല്. ഞാൻ ഏതായാലും കുറച്ച് സഹായം ചെയ്തു തന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മഹേഷ് തീർത്തെന്ന് എനിക്ക് മനസ്സിലായി. അത് വേറൊന്നുമല്ല, ആ തീർക്കേണ്ട കാര്യങ്ങൾ അപ്പം തീർക്കണമല്ലോ. പക്ഷേ ഞാനിപ്പോൾ അനഘയോട് ഒരു ഉപകാരം കൂടി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്തുപകാരം? അല്ല, ഈ നമ്മുടെ ആകാശില്ലേ, ആകാശിൻ്റെ നേരെ നിങ്ങൾക്കൊരു കണ്ണ് വേണം. എന്നിട്ട് ആകാശ് എന്ന് പറയുമ്പോൾ ആകാശ് മേനോനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ആകാശ് മേനോനെ തന്നെ. അവൻ എന്ത് ചെയ്യുന്നു, ഏത് രീതിക്ക് പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം അവനെ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറയാണ്. അത്രയുള്ള കാര്യങ്ങൾ ഞാൻ നിരീക്ഷിച്ചു തരാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മഹേഷ് ഏറ്റെടുക്കുമല്ലോ, അതിലെനിക്ക് യാതൊരു സംശയക്കുറവുമില്ല. എങ്കിൽ പിന്നെ ആ ഒരു കാര്യം ചെയ്യണം. എൻ്റെ വിനോദ് ഈ കാര്യത്തിൽ നിരപരാധിയാണ്, അവനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ. അപ്പം ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ആകാശാണെന്ന് വ്യക്തമായ കാരണമാണ്. പക്ഷേ അവൻ ആരെയാണ് കാണാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയെ എനിക്ക് അഭിരാമിയെ പുറത്തിറക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ പറയാം. ശരി, വേണ്ട വിധമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുള്ളൂ, ധൈര്യമായിട്ട് മഹേഷ് പൊയ്ക്കുമെന്നും പറയുകയാണ്. അങ്ങനെ മഹേഷ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ അനഘ വേറൊരു പോലീസുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ആകാശ് മേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ പിന്നാലെ നിങ്ങൾ നടക്കണം. അയാൾ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന വിവരങ്ങളാണ് എനിക്ക് തരേണ്ടത്. ഇപ്പോൾ പോയ ആളില്ലേ, അയാൾക്ക് ആ വിവരം കൊടുക്കണം. ഇത് ഒരാളെ സഹായിക്കുക മാത്രമല്ല, നമ്മൾക്കുള്ള ചെറിയൊരു ജോലി, ആ ജോലിയിൽ ആ ചെറിയൊരു ജോലി മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മഹേഷ് കണ്ടെത്തിക്കോളും. പിന്നെ വിനോദ് എന്ന് പറഞ്ഞ അയാൾ നിരപരാധിയാണ്. അപ്പോൾ അയാൾക്കെതിരെ കളിച്ചത് ആരാണോ അവരെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതിനു വേണ്ടി കൂടിക്കാണ് നമ്മൾ ഈ ഒരു ചട്ടകെട്ടി ഇറങ്ങാനായിട്ട് പോകുന്നത്. മേഡം പറഞ്ഞാൽ മതി മേഡം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു എന്ന് പോലീസുകാരും വാക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.